എല്ലാവർക്കും നമസ്കാരം. എറണാകുളത്തുള്ള ഒരു വലിയ സഭയുമായി ബന്ധപ്പെട്ട് ഞാനൊരു 3-4 വീഡിയോ ഞാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. തൽക്കാലം ഞാൻ ആ ഒരു വീഡിയോ ഞാനൊന്ന് പ്രൈവറ്റ് ആക്കിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നിങ്ങളെ അറിയിക്കേണ്ടതുണ്ടല്ലോ. കാരണം ഒരുപാട് പേരത് കണ്ടതാണ്. ഏകദേശം ഒരു 27,000 പേരിലധികം ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത് അതിനകത്ത് ഞാൻ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തതിൽ പലരും പ്രതിഷേധം രേഖപ്പെടുത്തി. പലരും അത് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ പ്രൈവറ്റ് ആക്കിയത്. അപ്പോൾ അതിൻ്റെ പ്രതിഷേധമൊക്കെ രേഖപ്പെടുത്തിയ ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ എന്തുകൊണ്ടാണ് അത് പ്രൈവറ്റ് ആക്കിയതെന്നുള്ള ഉത്തരം ഞാൻ നിങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ സഭയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്തോട്ട് വിട്ടപ്പോൾ ഈ സഭ സ്ഥാപിച്ച ദൈവദാസനുണ്ടല്ലേ, അദ്ദേഹമാണ് 14 പേരിൽ നിന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്ന ദൈവദാസനാണ് അദ്ദേഹം. 14 പേരിൽ നിന്ന് ഇന്നത്തെ 700-800 പേരിരുന്ന് ആരാധിക്കുന്ന ഇത്രയും വലിയ സഭയാക്കി മാറ്റുകയും, അതുകൂടാതെ അതിനൊരു വലിയ ബൈബിൾ കോളേജുണ്ട്. അതുകൂടാതെ ഈ സഭയ്ക്ക് ഒരുപാട് ബ്രാഞ്ച് സഭകൾ കേരളത്തിനകത്തും പുറത്തും നോർത്ത് ഇന്ത്യൻ മിനിസ്റ്ററുകളും എല്ലാം ഉണ്ട്. ഇത്രയും ഈ മനുഷ്യൻ മരിക്കുന്നതിന് മുൻപ് എല്ലാം റെഡിയാക്കി ഇത്രയും ആക്കി വെച്ചിട്ടാണ് ഈ മനുഷ്യൻ നിത്യതയിലേക്ക് അദ്ദേഹത്തെ ദൈവം എടുത്തത്. ഓക്കെ, അപ്പോൾ ഇന്ന് ചില വ്യക്തികൾ അതിൻ്റെ തലപ്പത്ത് കയറിയിരുന്നിട്ട് ആ സഭ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാറ്റിയെടുക്കുവാൻ, അവരുടേതായി പിടിച്ചെടുക്കുവാൻ, അവരുടെ ചില താല്പര്യങ്ങൾ, സ്വാർത്ഥ താല്പര്യങ്ങൾ എന്താ പറയുക, അതിനകത്ത് രൂപീകരിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് ചില കുടിലതന്ത്രങ്ങളുമായിട്ട് അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഞാൻ ഈ വീഡിയോകളിലൂടെയൊക്കെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചത്. കാരണം അത് മറ്റുള്ളവരോട് പറയാതെ നിർവാഹമില്ല. കാരണം സെയിം അതേ ഒരു സിറ്റുവേഷൻ അവിടെ ഓൾറെഡി നടന്നു കഴിഞ്ഞു. ഇതിൻ്റെ ഒരു ബ്രാഞ്ച് സഭ റാന്നിയിലുണ്ട്. റാന്നിയിൽ ഓൾറെഡി അതവിടെ നടന്നു കഴിഞ്ഞു. ഈ മെയിൻ സഭയുടെ ട്രസ്റ്റിൻ്റെ കീഴിലുള്ളതാണ് ആ സഭയൊക്കെ. എന്നാൽ ഇന്ന് ആ സഭ ആ സഭയിലിരിക്കുന്ന പാസ്റ്ററിൻ്റെ കുടുംബസ്വത്തായിട്ട് അത് മാറിയിരിക്കുകയാണ്. അവരതിന് ലോഗോ ചേഞ്ച് ചെയ്തു. അതുകൂടാതെ അതിനൊരു പ്രത്യേക ട്രസ്റ്റൊക്കെ രൂപീകരിച്ചു. അപ്പോൾ ഈ ലോഗോയൊക്കെ നമ്മളുടെ കണ്ണിൽ അത്ര പെട്ടെന്ന് മനസ്സിലാകത്തില്ല. സെയിം ലോഗോയാണ്, അതിനകത്ത് ചെറിയൊരു മാറ്റമേ വരുത്തിയിട്ടുള്ളൂ. ഓക്കെ, ആ സ്ഥലത്തിൻ്റെ പേര് റാന്നി എന്നുള്ള പേരും കൂടി അതിനകത്ത് ആഡ് ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തിട്ടുള്ളൂ. അത് ആർക്കും അത്ര പെട്ടെന്ന് മനസ്സിലായില്ല. അതിനുശേഷം 6 വർഷത്തിന് ശേഷമാണ്, ഇതിന് മുൻപത്തെ വീഡിയോയിൽ ഞാൻ പേരൊന്നും പറയാതെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ 6 വർഷത്തിന് ശേഷമാണ് അവിടുത്തെ വിശ്വാസികൾക്ക് അത് മനസ്സിലാകുകയും അവർ ആ കള്ളത്തരം പിടിക്കുകയും ചെയ്ത്. ഇപ്പോൾ ഇരിക്കുന്നത് ആ സഭ, അതിൽ ശുശ്രൂഷിക്കുന്ന ആ ഒരു ദേവദാസൻ്റെ പേരിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വരത്തക്കവണ്ണമാണ് ആ ഒരു ട്രസ്റ്റിനകത്ത് കാര്യങ്ങളൊക്കെ അവർ എഴുതി വെച്ചിരിക്കുന്നത്. അതിന് കുറച്ച് കഴിഞ്ഞത് മാറ്റും. ഇവിടുത്തെ മെയിൻ സഭയുടെ ട്രസ്റ്റിനകത്തും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട്. അന്നേരം അതും മാറ്റാം എന്നൊക്കെ പറഞ്ഞ് അത് തൽക്കാലം ഒന്ന് സോൾവ് ആക്കി അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെയിം വിഷയം തന്നെയാണ് ഈ എറണാകുളത്തുള്ള മെയിൻ സഭയിലും നടക്കുന്നത്. അവരും ഒരു ലോഗോ ചേഞ്ച് ചെയ്യാനുള്ള അനൗൺസ്മെൻ്റ് ഒക്കെ നടത്തി. ഓർക്കുക, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ലോഗോ ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ കാര്യമാണോ എന്ന് ചോദിക്കും. ആണ്, നമ്മൾക്ക് ചുമ്മാ ഒരു പടം വരച്ച് ഉണ്ടാക്കി എടുക്കുന്നതല്ല ഈ ലോഗോ എന്ന് പറയുന്നത്. നമ്മളത് എന്താ പറയുക, ഡിസൈൻ ചെയ്തെടുക്കും. പിന്നെ ഗ്രാഫിക് ഡിസൈൻ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലോഗോ ഔദ്യോഗികമാക്കണമെങ്കിൽ നമ്മളത് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ആ ചർച്ചിൻ്റെ ലോഗോയായിട്ട് അത് മാറി. അപ്പോൾ ആ ലോഗോയുടെ കീഴിലാണ്. പിന്നെ ആ ലോഗോ എന്ന് പറയുന്നത് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ സഭ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ബ്രാൻഡായിട്ട് അത് മാറിക്കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഈ സഭ ഓൾറെഡി ഇരിക്കുന്നത് എവിടെയാണ്? ഈ സഭയ്ക്കൊരു ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റിന് വേറെ ബിസിനസ്സുകളൊന്നുമില്ല, വേറെ പെട്ടിക്കടകളൊന്നും ആ ട്രസ്റ്റ് നടത്തുന്നില്ല. ആ ട്രസ്റ്റിൻ്റെതാണ് ഈ സഭ. ഈ സഭയ്ക്ക് വേണ്ടിയുള്ളതാണ് ട്രസ്റ്റ്. അപ്പോൾ ആ ട്രസ്റ്റിൻ്റെ ഓൾറെഡി ഔദ്യോഗികമായ ലോഗോ ഉണ്ടായിട്ടും അത് മാറ്റി വേറെ ലോഗോ വെക്കുമ്പോൾ ഈ സഭ സെപ്പറേറ്റ് ആകുകയാണ്. സഭയും ആ ലോഗോയും ഒക്കെ ആയത് സെപ്പറേറ്റ് ബ്രാൻഡായിട്ട് മാറുകയാണ്. അപ്പോൾ അത് ബ്രാൻഡായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് ആ വ്യക്തികൾ എഴുതി ചേർക്കുന്നത് പോലെ ഇരിക്കും. അവരത് സെപ്പറേറ്റ് ഒരു എന്താ പറയുക, സീക്രട്ട് ട്രസ്റ്റ് ആക്കുക. അതിനകത്ത് അവർ എന്ത് എഴുതി ചേർത്തിരിക്കുന്നതെന്ന് ആരും അറിയത്തില്ല, പുറത്താരും അറിയത്തില്ല. ഇനി അത് നമ്മൾ തേടി പിടിച്ച് കണ്ടുപിടിച്ച് ഇപ്പോൾ 6 വർഷത്തിന് ശേഷം ഈ റാന്നിയിലുള്ള കാര്യം വെളിയിലോട്ട് വന്നതുപോലെ മാത്രമേ, എന്നെങ്കിലും ദൈവം ഇത് വെളിയിലോട്ട് കൊണ്ടുവരുമ്പോൾ മാത്രമേ ഇത് മറ്റുള്ളവർ അറിയത്തുള്ളൂ. അപ്പോഴത്തേനും അതിനകത്ത് നടക്കേണ്ട കളികളൊക്കെ അതിനകത്ത് നടന്നിട്ടുണ്ടാകും. അതുകൂടാതെ ട്രസ്റ്റിനകത്ത് ഞാൻ പറഞ്ഞു, ഒരു 3 പേരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ ആ ട്രസ്റ്റിനകത്ത് മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ പ്ലാനുകൾ ഇതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ അംശം ദൈവം നമ്മൾക്കായിട്ട് ഇട്ട് തന്നതാണ് ഈ ഒരു ലോഗോയുടെ വിഷയത്തിലൂടെ. ഓക്കെ, അപ്പോൾ അത് എല്ലാവർക്കും ഒന്നും മനസ്സിലായില്ല. പലരും അത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ പറഞ്ഞ് എഴുന്നേറ്റ് പോയി. എന്നാൽ ഞങ്ങളെപ്പോലുള്ള കുറച്ച് പേർക്കത് മനസ്സിലായതുകൊണ്ട് പിന്നെ ഞാൻ വലിയ ആളായതുകൊണ്ടൊന്നുമല്ല, എനിക്ക് ലോഗോ എന്ന് പറഞ്ഞപ്പോഴേ എന്തോ എനിക്കൊരു ചെറിയ പിടുത്തം അതിനകത്ത് കിട്ടി. കാരണം അതിന് മുൻപേ അതുമായി ബന്ധപ്പെട്ട ഒരു സ്വപ്നമൊക്കെ ദൈവം എനിക്ക് കാണിച്ചു തന്നിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് എനിക്കത് ക്ലിക്കായി. അപ്പോൾ ഒരുപാട് പേര് ഇന്ന് ആ ദൈവദാസനെ, മരണപ്പെട്ടു പോയ ദൈവദാസനെ, ആ കുടുംബത്തെ സ്നേഹിക്കുന്ന, ആ സഭയെ സ്നേഹിക്കുന്ന, സഭ തളരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ എൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അവരൊക്കെ കൂടെ ഞങ്ങളെല്ലാവരും കൂടി ഈ കാര്യം ഡിസ്കസ് ചെയ്തു.
അപ്പോൾ ഡിസ്കസ് ചെയ്തപ്പോഴാണ് ഇത് വലിയ മാറ്ററാണെന്നും അപ്പോഴാണ് ഈ റാന്നിയിലുള്ള ഈ വിഷയം ഞങ്ങളുടെ മുൻപിലോട്ട് വരുവാനായിട്ടും ഇടയായത്. ഓക്കെ, അപ്പോൾ ഓർക്കുക, ഇങ്ങനെ ഒരു വലിയ അട്ടിമറി ഇതിനകത്ത് നടത്തുന്നുണ്ട്. അപ്പോൾ ആ അട്ടിമറി ഒന്ന് പൊളിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വിഷയം നമ്മളിത് പുറത്തോട്ട് കൊണ്ടുവന്നത്. നമ്മളിത് പുറത്തോട്ട് വിട്ടില്ല എങ്കിൽ ഇത് അവിടെ ഒന്നും സംഭവിക്കത്തില്ല. കാരണം ഇപ്പോഴും അങ്ങനെ തന്നെയുള്ള ഒരു ഏകാധിപത്യ ഭരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളും എന്താ പറയുക, അവരോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് വ്യക്തികളും ചേർന്ന് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ തീരുമാനങ്ങൾ എടുക്കുകയും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പൈസ അതിനകത്തുനിന്ന് ചെലവഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഭയിലുള്ള ആരും ഒന്നും അറിയുന്നില്ല. ഓർക്കുക, അവർക്കും സഭയിലുള്ള വിശ്വാസികൾക്കുമെല്ലാം ഒരേ അധികാരമാണ് അതിനകത്തുള്ളത്. അതിൻ്റെ സീനിയർ പാസ്റ്റർ ആയിട്ടിരിക്കുന്ന വ്യക്തിക്ക് നമ്മൾ എന്താ പറയുക, ആ വ്യക്തിക്ക് നമ്മൾ കീഴടങ്ങണം. പക്ഷേ ആ വ്യക്തി ചെയ്യുന്ന എല്ലാത്തിനും നമ്മൾ ആമേൻ ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞ് എഴുന്നേറ്റ് പോകേണ്ടതല്ല. അത് സഭയ്ക്ക് ദോഷം ചെയ്യുന്നതാണോ സഭയ്ക്ക് നന്മയുള്ളതാണോ എന്ന് നമ്മൾ ആലോചിക്കണം. കാരണം ഈ സഭ ഓൾറെഡി ഒരു ട്രസ്റ്റിൻ്റെ കീഴിൽ ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. അപ്പോൾ ആ ഒരു സഭ മാറ്റി അത് സെപ്പറേറ്റ് ആക്കുന്നത് എന്തിനാണ്? അതിന് പ്രത്യേക താല്പര്യങ്ങൾ അവർക്കുണ്ട്. ഞാൻ പറഞ്ഞു, ആ സഭ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ അകത്തോട്ട് ഈ സഭയെ അടിയറവ് വെച്ചിട്ട് അതിനകത്ത് ചില കളികൾ ഇവർക്ക് നടത്തുവാൻ വേണ്ടിയിട്ടുള്ള പ്ലാനും പദ്ധതിയും ഒക്കെയാണ്. അത് എല്ലാവർക്കും മനസ്സിലായവരാണ് പ്രതികരിക്കുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ പുറത്തോട്ട് വിടുവാനായിട്ടുള്ള കാരണം. അപ്പോൾ ഇങ്ങനെ ഈ സംഭവങ്ങൾ പുറത്തോട്ട് വിടുവാൻ കാരണമായതിൻ്റെ പേരിൽ നമ്മൾ ശരിക്കും നല്ല ഉദ്ദേശത്തോടെയാണ് ചെയ്തത് എന്ന് വെച്ചാൽ ആ ഒരു മരണപ്പെട്ടു പോയ ഈ സഭ സ്ഥാപിച്ച ഈ സഭയ്ക്ക് വേണ്ടി വില മുടക്കിയ ആ ഒരു ദേവദാസൻ്റെ കുടുംബമുണ്ട്. ആ കുടുംബത്തിനോട് പോലും ഇവരൊരു വാക്ക് പോലും പറഞ്ഞില്ല. അപ്പോൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ മകനായിരിക്കുന്ന ഡോക്ടറും പാസ്റ്ററും ആയിരിക്കുന്ന അദ്ദേഹം എന്താണ്, അദ്ദേഹം ഇതിൻ്റെ അസിസ്റ്റൻ്റ് പാസ്റ്ററാണ്. അതുകൂടാതെ സഭയുടെ അസിസ്റ്റൻ്റ് പാസ്റ്ററാണ്. അതുകൂടാതെ ട്രസ്റ്റിൻ്റെ സഭകളുടെ എല്ലാം ട്രസ്റ്റിൻ്റെ മാനേജിങ് ട്രസ്റ്റിയാണ്. എന്നിട്ട് പോലും അദ്ദേഹം പോലും ഒരു കാര്യം പോലും അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തോട് പോലും ഇവർ ഡിസ്കസ് ചെയ്യാതെ ആ കുടുംബത്തെ പോലും ഒരു ഒതുക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് പ്രതികരിക്കുവാനായിട്ട് മുൻപോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ കുടുംബത്തിന്, അതായത് ആ മരണപ്പെട്ടു പോയ ദേവദാസൻ്റെ കുടുംബത്തിന് അത് വേദനയുണ്ടാക്കി. ഞങ്ങളിങ്ങനെ ഒരു പബ്ലിക്കിൻ്റെ മുൻപിലേക്ക് ഈ വിഷയം കൊണ്ടുവന്നത് അവർക്കതൊരു ഇഷ്ടക്കേടുണ്ട്, അവർക്കതിനകത്ത് വിഷമമുണ്ട്. കാരണം അവർ മരണപ്പെട്ടു പോയ ദേവദാസൻ്റെ പേര്, അദ്ദേഹം വില മുടക്കി ഉണ്ടാക്കിയ സഭയുടെ പേര്, അതുപോലെ ആ ഒരു കുടുംബത്തിൻ്റെ പേരൊക്കെ പുറത്തോട്ട് വിട്ടതിൽ അവർക്ക് വലിയ ദുഃഖവും അതിനകത്ത് പ്രതിഷേധവും ഉണ്ട് എന്നും അവരവരുടെ ചില കുടുംബ സുഹൃത്തുക്കളെ അറിയിക്കുകയും ആ കുടുംബ സുഹൃത്തുക്കൾ ഞങ്ങളിലുള്ള ചില വ്യക്തികളെ കോൺടാക്റ്റ് ചെയ്യുകയും അത് മുഖാന്തരമാണ് വീഡിയോ നമ്മൾ പ്രൈവറ്റ് ആക്കിയത്. കാരണം നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് അറിഞ്ഞോ അവർക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെങ്കിൽ നമ്മൾ പിന്നെയും അത് ധാർഷ്ട്യത്തോടെ മുൻപോട്ട് പോകുന്നതിൽ അർത്ഥമില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ പ്രൈവറ്റ് ആക്കിയത്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ കുറേ പേര് കമൻറ്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടതിൽ കുറേ പേര് പ്രതിഷേധം അറിയിച്ചു. അതിനും നിങ്ങൾ ക്ഷമിക്കുക. അതിനൊരു റീസൺ ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വീഡിയോയ്ക്ക് ആരെങ്കിലും ഒരു കമൻറ്റ് ഇട്ടാൽ നിങ്ങളുടെ ടൈമും നിങ്ങളുടെ എഫേർട്ടും എടുത്ത് നിങ്ങൾ ഇടുന്ന ഒരു കമൻറ്റാണ്. അതുകൊണ്ട് അത് ചുമ്മാ അങ്ങ് ഇട്ടിട്ട് പോകാൻ എനിക്ക് പറ്റത്തില്ല. അതിന് റിപ്ലൈ തരേണ്ടത് ആവശ്യമുണ്ട്. പിന്നെ ഇത് ഇത്രയും വലിയൊരു വിഷയവും ഇത്രയും വ്യൂസും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് കമൻറ്റുകൾ വരും. അപ്പോൾ ആ കമൻറ്റുകൾക്കെല്ലാം റിപ്ലൈ കൊടുക്കണം. പിന്നെ അതിന് റിപ്ലൈ കൊടുക്കണം. അതിന് എല്ലാത്തിനും കൂടി എനിക്ക് സമയം തികയത്തില്ല. അതുകൊണ്ടാണ് തൽക്ക. പിന്നെ അതുപോലെ ഇത് നമ്മൾക്ക് ഒത്തിരി പബ്ലിക്കിൻ്റെ മുൻപിൽ ഇട്ട് വലിച്ചു കയറേണ്ട ഒരു വിഷയവുമല്ലല്ലോ. ഇതൊരു സഭയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടത്. അതുകൊണ്ട് നിങ്ങളത് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു മരണപ്പെട്ടു പോയ ദേവദാസൻ്റെ കുടുംബത്തോട്, അവരിന്ന് അമേരിക്കയിലാണല്ലോ, അപ്പോൾ ആ കുടുംബത്തോട് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്. കാരണം നിങ്ങൾക്കിത് ദോഷം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഈ ഒരു സഭയെക്കുറിച്ചുള്ള തീഷ്ണത ഞങ്ങൾക്കുണ്ടായിരുന്നത് കൊണ്ടും ഒപ്പം നിങ്ങൾക്കും ആ ഒരു മരണപ്പെട്ടു പോയ ദേവദാസനും ആ കുടുംബത്തിനും നീതി ലഭിക്കേണ്ടതുള്ളത് കൊണ്ടാണ് ഞങ്ങളിത് പുറത്തോട്ട് വിടുവാനായിട്ട് ഇടയായത്. ഇനി വീഡിയോ പ്രൈവറ്റ് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു വിഷയം ഞങ്ങൾ വിട്ടിട്ടില്ല. വിഷയത്തിൻ്റെ പുറകെ നമ്മൾ ഊണും ഉറക്കവും ഒഴിച്ച് ഞങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സഭ തകർന്നു പോകാൻ, മറ്റു വ്യക്തികൾ ഇതിൻ്റെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി അവരുടേതായി മാറ്റിയെടുക്കുവാൻ ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല. കാരണം ഈ സഭ മരണപ്പെട്ടു പോയ ദേവദാസൻ വില മുടക്കി ഉണ്ടാക്കിയതാണ്. അത് തകർന്നു പോകാൻ ഒരു കാരണവശാലും നമ്മൾ അനുവദിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുവാൻ കാരണം, അപ്പോൾ നിങ്ങളിത് കേൾക്കുന്ന എൻ്റെ പ്രേക്ഷകരൊക്കെ വിചാരിക്കും, അതിന് നീ എന്തിനാണ് ഇത്രമാത്രം ഒരു പെണ്ണായ, നീ എന്തിനാണ്, അതുമല്ല സഭയിൽ ഒരു സാധാ വിശ്വാസിയായ ഒരു പെണ്ണായ നീ എന്തിനാണ് ഇതിന് മാത്രം ഇതിൻ്റെ പുറത്ത് ഇറങ്ങിത്തിരിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടി നിങ്ങൾക്ക് വരും. കാരണം നമ്മൾക്ക് ആ മരണപ്പെട്ടു പോയ ദേവദാസൻ അത്രയും ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും അത്രയും കണ്ണീരൊഴുക്കുകയും അത്രയും കഷ്ടപ്പെട്ടതാണ് ആ ദേവദാസൻ. അപ്പോൾ അദ്ദേഹം നമ്മളോട് കാണിച്ചൊരു ആത്മാർത്ഥതയുടെ ഒരംശമെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ മടക്കി കൊടുക്കണ്ടേ, നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ, ആ കുടുംബത്തോട് നമ്മൾ കരുണ കാണിക്കണ്ടേ, ആ കുടുംബത്തെ ഒതുക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കുടുംബത്തോട് നമ്മൾ കാണിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിത്തിരിച്ചത്. ഇനി അതുകൂടാതെ എനിക്കൊരു പേഴ്സണൽ കാര്യവും കൂടി ഇതിനകത്തുണ്ട്. കാരണം എന്താണെന്ന് അറിയുമ്പോൾ, ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്ത് കേരളത്തിന് വെളിയിലായിരുന്ന സമയത്ത് ഒരു വീട്ടിലൊരു പ്രാർത്ഥന വെച്ചപ്പോൾ ഒരു ആൻറ്റി കരഞ്ഞുകൊണ്ട് ആ ആൻറ്റിയുടെ ഒരു ജീവിതത്തിൻ്റെ അനുഭവം എന്നോട് പറയുവാനായിട്ടിടയായി. ആ ആൻറ്റി ഒരു മരണപ്പെട്ടു പോയൊരു ദേവദാസൻ്റെ ഭാര്യയായിരുന്നു. ആ ആൻറ്റിക്കും അതുപോലെ തന്നെ 2 കുഞ്ഞുങ്ങളായിരുന്നു. അവർ ചെറുതായിരുന്ന സമയത്ത് ഇവർ സെപ്പറേറ്റ് ആയിട്ട് ഇവരെന്ത് ചെയ്തു, ഇവർ കഷ്ടപ്പെട്ട് കേരളത്തിന് വെളിയിൽ ഒരു സ്ഥലത്ത് ഇവർ കഷ്ടപ്പെട്ട്, അത് ഞാൻ
പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് മുൻപിൽ ഒരു വീഡിയോ ഞാൻ അതിനെക്കുറിച്ച് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ കഷ്ടപ്പെട്ട് ഒരു സഭ ഉണ്ടാക്കിയെടുത്തിട്ട് കുറേ മലയാളികളാണ് അതിനകത്ത് എന്താ പറയുക നിർഭാഗ്യവശാൽ വന്ന് പെട്ടത്. ഓക്കെ, കുറേ മലയാളികൾ അതിനകത്ത് വന്നു, അല്ലാത്ത ആൾക്കാരും ഉണ്ടായിരുന്നു. എന്നാൽ ഭൂരിപക്ഷവും മലയാളികളായിരുന്നു. അങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ആ സഭ മുൻപോട്ട് പോവുകയായിരുന്നു. മുൻപോട്ട് പോയിട്ട് എന്താ സംഭവിച്ചതെന്നറിയുമ്പോൾ ഇതുപോലെ തന്നെ അധികാരത്തിനോട് കൊതിമൂത്ത കുറച്ച് ആൾക്കാർ അതിനകത്ത് എഴുന്നേൽക്കുകയും അവർ ആ ദൈവദാസനെ ആരാധനയുടെ മധ്യേ ക്വസ്റ്റ്യൻ ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്തു. ആ സഭ അദ്ദേഹം അത്രയും വില മുടക്കി ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തെ അവിടെ ആരുമല്ലാതാക്കുന്ന വിധത്തിൽ അവർ സംസാരിക്കും. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ടായപ്പോൾ ആ ദൈവദാസൻ അവിടെ എന്താ പറയുക കുഴഞ്ഞു വീഴുകയും അദ്ദേഹത്തെ ഹോസ്പിറ്റലിലെത്തിക്കും. അദ്ദേഹം മരണപ്പെടുവാനായിട്ടും ഇടയായി. അപ്പോൾ അദ്ദേഹത്തിന് 2 കുഞ്ഞുങ്ങളുണ്ട്, 2 ആൺപിള്ളേർ. അവർ ചെറുതായിരുന്നു കേട്ടോ. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ ഈ സംഭവം കണ്ട് അതുങ്ങൾക്ക് വല്ലാത്ത വിഷമമായി. ആ കുഞ്ഞുങ്ങൾക്കും ആ ഒരു ആൻറ്റിക്കും, അതായത് ആ പാസ്റ്ററിൻ്റെ വൈഫിനും ഒത്തിരി വിഷമമായി. കാരണം വില മുടക്കി അവർക്കേ അറിയത്തുള്ളൂ അവരെത്ര കഷ്ടപ്പെട്ടു അതിൻ്റെ പിന്നിലെന്ന്. നമ്മൾക്ക് തോന്നുമ്പോൾ ഇന്ന് വലിയ സഭകളിലൊക്കെ ഇരുന്ന് നമ്മൾ ആരാധിക്കുന്നു, നമ്മുടെ കംഫർട്ട് സോണിലിരുന്ന് ആരാധിക്കുന്നു, നമ്മൾക്ക് വിഷയമല്ല, നമ്മൾ അനുഗ്രഹം പ്രാപിക്കുന്നു, നമ്മൾ സ്തോത്ര കാഴ്ചയിടുന്നു, നമ്മൾ കഞ്ഞി കുടിക്കുന്നു, വീട്ടിൽ പോകുന്നു, നമ്മൾക്ക് വേറെ വിഷയമില്ല. എന്നാൽ ആ ഒരു സഭയൊക്കെ വളർത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്നത്, അതിൻ്റെ പിന്നിൽ അവർ കൊടുക്കുന്ന അധ്വാനം എന്ന് പറയുന്നത് ചെറുതല്ല, ഒത്തിരിയുണ്ട്. അവരുടെ കുഞ്ഞുങ്ങളെ പോലും നോക്കുവാൻ കഴിയാതെയൊക്കെ ആയിരിക്കും അവർ ഇതിൻ്റെ പിന്നിൽ ഓടി നടക്കുന്നത്. അങ്ങനെ അത്രയും വില മുടക്കിയ ഒരു ദേവദാസൻ അത് ഉണ്ടാക്കിയെടുത്തതായിരുന്നു. അവസാനം ആ ദേവദാസൻ ആ സഭയുടെ വിഷയം കൊണ്ട് ആ ദേവദാസൻ മരണപ്പെട്ടു പോകുവാനായിട്ട് ഇടയായി. അപ്പോൾ അവർ ഇളയ മകൻ അത് വല്ലാത്ത ഒരു വിഷയമായി തീർന്നു. അവനത് വല്ലാത്ത മുറിവായി തീർന്നു. ആ കുഞ്ഞു മകന് പിന്നെ എന്തായിരുന്നെന്നറിയുമ്പോൾ അവൻ പെന്തക്കോസ്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സിൽ വല്ലാത്ത പകയായിരുന്നു. എൻ്റെ പപ്പ മരിക്കുവാൻ കാരണമായ വ്യക്തികളെ കൊല്ലണം എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ആ കുഞ്ഞുമോൻ വളർന്നു വന്നത്. എന്നിട്ട് അവൻ +2 എത്തിക്കഴിഞ്ഞപ്പോഴും അവൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അവരെ കൊല്ലണം എന്നുള്ള ഒരു വലിയ തീഷ്ണതയോടെ അവൻ വളർന്നു വന്നത്. എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നറിയുമ്പോൾ നമ്മുടെ ഏതോ ഒരു പ്രസ്ഥാനം അത് ഏറ്റെടുത്തു, ആ സഭ ഏറ്റെടുത്തു. കാരണം ആ ദേവദാസൻ മരണപ്പെട്ടു പോയി, ആ കുഞ്ഞുങ്ങൾ ചെറുതുമായിരുന്നില്ല, അതുകൊണ്ട് ഒരു പ്രസ്ഥാനം അത് ഏറ്റെടുക്കുവാനായിട്ടിടയായി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ കുഞ്ഞു മോൻ്റെ മനസ്സിനേറ്റ മുറിവ്. എന്നിട്ട് അവരെ കൊല്ലണം എന്നുള്ള അവൻ പിന്നെ പോകുന്ന ഒരു സഭയിൽ അവൻ പാട്ട് പാടുന്നുണ്ട്, എല്ലാം അവൻ ചെയ്യുന്നുണ്ട്, അവൻ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ ഉള്ളിൽ അവൻ വല്ലാതെ നീറുന്നുണ്ടായിരുന്നു. ആ ആൾക്കാരെ കൊല്ലണം എന്നുള്ളൊരു മൈൻഡായിരുന്നു ആ കുഞ്ഞുമോൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അവസാനം കേരളത്തിൽ നിന്നും ഒരു ദേവദാസൻ അവിടെ വന്ന് അവൻ്റെ കൂട്ടത്തിൽ താമസിച്ച് ഒരു 3 ദിവസത്തെ ഡെലിവറൻസ് മീറ്റിംഗ് നടത്തി. എന്ന് വെച്ചാൽ അവന് വേണ്ടി സ്പെഷ്യൽ മീറ്റിംഗ് നടത്തി. അങ്ങനെയാണ് ആ കുഞ്ഞ് വിടുതൽ പ്രാപിക്കുവാനായിട്ട് ഇടയായത്. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അവർ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നുണ്ട്. ഒപ്പം അവർ എന്താ പറയുക വിദേശത്തെ സെറ്റിൽഡും ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെ ഉണ്ടെന്നേ ഒരുപാട് ദൈവദാസന്മാരെ കഷ്ടപ്പെട്ടിട്ട് അവർ കഷ്ടപ്പെട്ട സഭ അവരെ ഒന്നും അല്ലാതാക്കി തീർത്ത ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ ഈ കഥ എന്ന് ആ ആൻറ്റി കരഞ്ഞോണ്ട് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ മുറിപ്പെട്ടു പോയി. ഒന്നാമത് എൻ്റെ ഒരു സ്വഭാവമുണ്ട്, ആരെങ്കിലും ഒറ്റപ്പെടുന്നുണ്ട്, ആരെങ്കിലും നീതി കിട്ടാതെ വിഷമിക്കുന്നുണ്ട്, എന്ത് മറന്നും അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതും എൻ്റെ പണ്ട് തൊട്ടേയുള്ളൊരു സ്വഭാവമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇതുപോലെയുള്ള ദൈവദാസന്മാരുടെ കുടുംബത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതും എൻ്റെയും ഒരു പ്രത്യേക താല്പര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വിഷയം എന്നെ വല്ലാതെ ടച്ച് ചെയ്തു. ആ വിധവയായ ആൻറ്റി എന്നോട് കരഞ്ഞു പറഞ്ഞതൊക്കെ എന്നെ വല്ലാതെ ടച്ച് ചെയ്തു. അതുകൊണ്ടാണ് ഈ ഒരു കുടുംബത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ, ഈ ഒരു സഭയുടെ വിഷയത്തിൽ ഇറങ്ങിത്തിരിക്കുവാൻ, ഇത്ര ശുഷ്കാന്തിയോടെ ഇറങ്ങിത്തിരിക്കുവാൻ ഞാൻ കാരണമായത് എന്നുള്ളൊരു കാരണം കൂടെ ഞാൻ നിങ്ങളുടെ മുൻപിൽ അറിയിക്കുകയാണ്. അപ്പോൾ എൻ്റെ പിന്നിലുള്ള വ്യക്തികളൊക്കെ പറഞ്ഞു ഞങ്ങൾ ഒപ്പം ഇറങ്ങാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, തൽക്കാലം നിങ്ങൾ പുറകിൽ നിന്ന് കളിക്ക്, ഞാൻ എന്തായാലും ബലിമൃഗമായി. കാരണം കുറേ മാസങ്ങളായിട്ട് ഞാൻ ഇതിൻ്റെ പീഡ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഒറ്റപ്പെടുത്തുന്നു, എനിക്കെതിരെ കുത്തുപ്രസംഗം നടത്തുന്നു. പിന്നെ അവരുടെ കുറച്ച് അവരോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് ശിങ്കിടികളുണ്ടല്ലോ, അവർ കുറച്ച് എന്താ പറയുക, ഞാൻ പറഞ്ഞു പകുതി എണ്ണത്തിനും ബൈബിൾ കോളേജിൽ പോവുകയോ എക്സാം എഴുതുകയോ പാസ്സാകുകയോ ചെയ്യാത്ത കുറേ എണ്ണം പാസ്റ്റർ വേഷം കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരും എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഇവർ കോശാന പാടി നടക്കുന്നുണ്ട്. ഇവന്മാർക്കും എന്തെങ്കിലും ചെറിയ മീറ്റിങ്ങുകൾ കിട്ടിയാൽ അത് അവിടെ ഒന്നും ഇവർ പാഴാക്കാറില്ല. പിന്നെ ഞാൻ അതുകൊണ്ട് എനിക്കത് അറിയാവുന്നത് കൊണ്ട് ഞാൻ ആ മീറ്റിങ്ങുകൾക്കൊന്നും പോകാറില്ല. ഞാൻ ആകെ സൺഡേ ഒരു ആരാധനയ്ക്ക് പോകും, തിരിച്ചു വരും. അത്ര മാത്രമേ ഞാനിപ്പോൾ ചെയ്യാറുള്ളൂ. എനിക്ക് അതിനെ സമയവും കിട്ടാറുള്ളൂ, ഞാൻ ചെയ്യാറുള്ളൂ. എന്നാൽ ഇങ്ങനെയുള്ള എന്താ പറയുക പാസ്റ്റർമാരും എഴുന്നേറ്റ് അവർക്ക് കിട്ടിയ അവസരങ്ങളും എന്താ വെച്ചാൽ മറ്റേ ആളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കിട്ടിയ അവസരങ്ങൾ അവരും മുതലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ തൽക്കാലം ബലിമൃഗമാകണ്ട. ഞാൻ ഒറ്റയ്ക്ക് ജ്ഞാനായ കത്തോലിക്കുന്ന ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് എൻ്റെ മുൻപിൽ എന്താ പറയുക ദൈവം മാത്രമേ ഉള്ളൂ. എനിക്ക് ഒരാളെ പേടിയുള്ളെങ്കിൽ അതെനിക്ക് ദൈവത്തെ മാത്രമേ പേടിയുള്ളൂ, വേറെ ആരെയും പേടിയില്ല. ഞാൻ ആശ്രയിക്കുന്നതും ആ ദൈവത്തിലാണ്. അതുകൊണ്ട് ദൈവം എനിക്ക് വേണ്ടുവോളം ധൈര്യം തന്നിട്ടുണ്ട്, മനസ്സിന് കട്ടി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ തൽക്കാലം ബലിമൃഗമാകണ്ട, ഞാനിപ്പോൾ തൽക്കാലം നിൽക്കട്ടെ എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവരൊക്കെ ഇന്ന് എൻ്റെ പുറകിൽ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇത് ഇത്രയും വലിയ വിഷയമുണ്ടായിട്ട് ഒരു പെണ്ണ് മാത്രമേ പുറത്തോട്ട് ഇറങ്ങിയുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. പിന്നെ കുറേ പേര് എന്ത് പറഞ്ഞാലും സ്തോത്രം പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാതെ എന്താ പറയുക നേതൃത്വത്തിലിരിക്കുന്നവർ എന്ത് പറഞ്ഞാലും അതിന് ആമേൻ സ്തോത്രം പറഞ്ഞ് കൈയടിച്ചിട്ട് എഴുന്നേറ്റ് പോകുന്ന ഒരു കൂട്ടരുണ്ട്. അവർക്ക് വലിയ കാര്യമൊന്നുമില്ല, അവർക്ക് അവരുടെ കാര്യങ്ങൾ നടന്നു പോകണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ആ സഭ തളരാൻ
തളരരുത്. ആ സഭയ്ക്ക് ഒത്തിരി വാഗ്ദത്തങ്ങളുണ്ട്. ആ വാഗ്ദത്തങ്ങളൊക്കെ നിറവേറണം അല്ലേ? നമ്മൾ പോകുന്ന സഭ അത് വളർന്നു കഴിയുമ്പോൾ, അതിന് വാഗ്ദത്തങ്ങൾ നിറവേറ്റി കഴിയുമ്പോൾ, അത് ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു സഭയായിട്ടൊക്കെ മാറുമ്പോൾ നമ്മൾക്കൊരു കിട്ടുന്നൊരു സന്തോഷം എന്ന് പറയുന്നത് വളരെ സന്തോഷമാണല്ലേ? അപ്പോൾ നമ്മൾക്കൊന്നും ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാനെങ്കിലും നമ്മൾക്ക് കഴിയുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിഷയത്തിനകത്തോട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടെ ആ മരണപ്പെട്ടു പോയ ദേവദാസൻ്റെ കുടുംബത്തോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുവാൻ വേണ്ടിയിട്ടോ നിങ്ങളെ വിഷമിപ്പിക്കുവാൻ വേണ്ടിയിട്ടല്ല. ഈ ഒരു വിഷയം, ഇത്രയും വിഷയം ഇതിനകത്ത് നടക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്കും അറിയാമല്ലോ. അപ്പോൾ അത് ഒന്ന് സോൾവ് ആകണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടത്. കാരണം അവരോട് സംസാരിക്കുവാൻ ഒരു അവസരം പോലും അവർ ഞങ്ങൾക്ക് ഒരുക്കി തന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, കോംപ്രമൈസിനൊക്കെ അവരുടെ വീട്ടിലൊക്കെ പോയി, എന്നിട്ടും അത് അന്ന് കോംപ്രമൈസ് ആയെങ്കിലും അതിനുശേഷവും ആണ് ഇവർ ഈ ലോകവുമൊക്കെ ആയിട്ട് ഇറങ്ങിയത്. അവിടെയും അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ കോംപ്രമൈസ് ആയിട്ടില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഇത് പബ്ലിക്കിൻ്റെ മുൻപിലായിട്ട് ഇറങ്ങേണ്ട ഒരു ഗതികെട്ട അവസ്ഥ വന്നത്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. അതുകൊണ്ട് നമ്മളുടെ പ്രേക്ഷകരോടും ക്ഷമ ചോദിക്കുകയാണ്. വീഡിയോ പ്രൈവറ്റ് ആക്കിയതിൽ നിങ്ങളുടെ പ്രതിഷേധം ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. കാരണം ഇത് ഒരു നമ്മളുടെ സഭയുടെ വിഷയമാണല്ലോ. അതുകൊണ്ട് അത് നമ്മൾ ചുമ്മാ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് നമ്മളത് എടുത്തുപയോഗിക്കുന്നതും ശരിയല്ല. അതുകൊണ്ടാണ് പ്രൈവറ്റ് ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. എനിവേ, എല്ലാ സഭകളിലും ഇങ്ങനെ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികാരത്തിന് വേണ്ടിയുള്ള വടംവലി എന്തിനാണ്? ദൈവം വരാനായി, നമ്മൾക്കൊക്കെ പോകേണ്ടതുമുണ്ട്. അതുകൂടാതെ എന്താണ് നമ്മൾ ഇത് ഒന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ലല്ലേ? എങ്ങോട്ട് കൊണ്ടുപോകാനാണ്? ഈ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ മാത്രമേ സീനിയർ പാസ്റ്ററും അസോസിയേറ്റ് പാസ്റ്ററും അസിസ്റ്റൻറ്റ് പാസ്റ്ററും അതുപോലെ തന്നെ ഓവർസിയറും പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ ഉള്ളൂ. ഇതിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവരും ബാക്കിയുള്ളവരെയൊക്കെ സാധാ വ്യക്തികളായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ ഇതിനകത്ത് കിടന്നോട്ട് ഇത് പേരും പെരുമയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് വല്ലവരും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സഭയുടെ അധികാരം പിടിച്ചെടുക്കുവാനൊക്കെ ഇങ്ങനെ കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇപ്പോൾ ആയിരിക്കുന്ന ഞങ്ങളുടെ തീരുമാനം അത് തന്നെയാണ്. ഇപ്പോൾ ആയിരിക്കുന്ന സീനിയർ പാസ്റ്ററിന് ഞങ്ങളത് കോംപ്രമൈസിന് ചെന്നപ്പോഴും ഞാൻ അവരോട് പറഞ്ഞതും അത് തന്നെയായിരുന്നു. പൂർണ്ണ സപ്പോർട്ടാണ് അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ മരണശേഷം മാത്രം ഈ മരണപ്പെട്ടു പോയ ദേവദാസൻ്റെ മകൻ സീനിയർ പാസ്റ്ററിൻ്റെ റോളിലോട്ട് വരണം. കാരണം അദ്ദേഹം അതിന് യോഗ്യനാണ്. ആ മരണപ്പെട്ടു പോയ ദേവദാസനും അതാണ് ആഗ്രഹിച്ചിരുന്നത്. എന്തുകൊണ്ട് അത് അദ്ദേഹത്തിന് ഇവിടെ ചെയ്തു വെച്ചിട്ട് പോകാൻ പറ്റിയില്ല. അദ്ദേഹം അമേരിക്കൻ ചികിത്സയൊക്കെ കഴിഞ്ഞ് വന്ന് അതൊക്കെ ക്രമപ്പെടുത്താമെന്നാണ് വിചാരിച്ചത്. എന്നാൽ അത് നടന്നില്ല. അപ്പോൾ ആ ഒരു വിഷയം ഞങ്ങൾ അറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുവാനായിട്ട് ഇടയായത്. അദ്ദേഹം അറിയാലോ, അദ്ദേഹം ഒരു PhD എടുത്തിരിക്കുന്നു. അതുകൂടാതെ 5 മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്തിരിക്കുന്നു. അങ്ങനെ ഒത്തിരി ഹൈലി ക്വാളിഫൈഡ് ആണ്. അതുപോലെ അവരൊക്കെ വിദേശത്ത് വളർന്നവരാണ്. ഇവിടുത്തെ മലയാളികളെ പോലെ അധികാരത്തിന് വേണ്ടിയും പണത്തിന് വേണ്ടിയും ഉള്ള പിടിവലികളൊന്നും ഉള്ളവരല്ല. അതുകൊണ്ട് സ്വന്തം അപ്പൻ ഉണ്ടാക്കിയ സഭ അത് പൊളിക്കാതെ, അതിനകത്തുനിന്ന് കൈയിട്ട് വരാതെ അത് നന്നായിട്ട് കൊണ്ടുപോകാൻ മകന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് അത് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയുമാണ്. കാരണം ഏലിയാവിന് ശേഷം ഏലീഷയെ എഴുന്നേൽപ്പിക്കും. ആ ഏലീഷ വന്ന് ഇത് ക്രമപ്പെടുത്തുമെന്നുള്ളത് ദൈവം പറഞ്ഞൊരു ആലോചനയുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ എത്രയൊക്കെ അതിന് എതിരെ നിന്നാലും, എത്രയൊക്കെ നമ്മൾ തലകുത്തി മറിഞ്ഞാലും, ദൈവത്തിൻ്റെ ആ ഒരു പ്ലാനും പദ്ധതിയും, ദൈവം ആ ഒരു സഭ സ്ഥാപിച്ച അല്ലെങ്കിൽ ആ സഭയ്ക്ക് വേണ്ടി വിലമുടക്കിയ ദേവദാസനെയും ആ ഒരു കുടുംബത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ദൈവം ഒരിക്കലും തള്ളിക്കളയത്തില്ല. വേറെ ആരെത്ര പാര വെക്കുവാൻ ശ്രമിച്ചാലും ദൈവം അതിന് കൂട്ട് നിൽക്കത്തില്ല. ദൈവം നീതിയുടെ പക്ഷത്തെ നിൽക്കത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നിങ്ങൾ തിരിച്ചറിയുക. അതുകൊണ്ട് എല്ലാം സോൾവായി മുൻപോട്ട് പോകുവാൻ കഴിയട്ടെ. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.